ഹേ മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വിഘ്നേഷേട്ടാ, വിസ്മയ വീട്ടിലേക്ക് പോയെന്നല്ലേ വിഘ്നേഷേട്ടൻ എന്നോട് പറഞ്ഞത്? അതെ. അവൾ വീട്ടിലില്ലെന്ന് അമ്മ പറഞ്ഞല്ലോ. പിന്നെ അവളവിടെ പോയി? എന്നോട് വിളിച്ചു പറഞ്ഞ അവള് വീട്ടിലേക്ക് പോകണമെന്നാണല്ലോ. സത്യം പറ വിഘ്നേഷേട്ടാ, വിസ്മയ എവിടെയാ പോയത്? നിങ്ങൾ അറിയാതെ അവൾ എവിടെയും പോവില്ല, അതെനിക്ക് ഉറപ്പാ. എടി, നീ എന്താ അഭി പറയുന്നത്? ഞാൻ എങ്ങനെ അറിയാൻ? അവള് പറയുന്നില്ല എനിക്കറിയൂ. ഇതിലെന്തോ കള്ളത്തരമുണ്ട്. അവൾ ഇടയ്ക്കിടയ്ക്ക് മാറിയും തിരിഞ്ഞും ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതൊന്നും അത്ര ശരിയല്ല. ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഫോൺ ഓഫാണല്ലോ. ഓഫാ? മനുഷ്യന്റെ മനസ്സമാധാനം പോയല്ലോ ദൈവമേ. അവൾ എവിടെയാണെന്ന് അറിയെങ്കിൽ സത്യം എന്താന്ന് പറ. നിനക്കറിയാത്ത ഒരു കാര്യം എന്റെ മനസ്സിലില്ല അഭി. ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് പറയാം. അച്ഛാ, ചെമ്പകശ്ശേരി കുടുംബത്തിലെ ഒട്ടുമിക്ക ആളുകളോടും ഞാൻ സംസാരിച്ചു. വിദേശത്തുള്ളവർ പലരും ഞാൻ ഫണ്ടിന് വിളിക്കുന്നതാണെന്നാ കരുതിയത്. ചിലരത് വേണമെങ്കിൽ തരാമെന്നും പറഞ്ഞു. എന്നാ പിന്നെ അത് വാങ്ങിയിട്ട് അവരെ കൂടി ട്രസ്റ്റിലെ മെമ്പർമാരാക്കിക്കൂടെ? ധന്യെ പിരിവെടുത്ത് അമ്പലം പണിതുയർത്താനല്ല, വിഗ്രഹം കോടതിയിൽ നിന്ന് വാങ്ങാനാ നമ്മൾ ശ്രമിക്കുന്നത്. അതിന് കുടുംബക്കാര് ക്ഷേത്രം പുനരുദ്ധരിക്കാൻ കുറച്ച് പണം തരുന്നതിൽ എന്താ തെറ്റ്? അതൊക്കെ നല്ല കാര്യമല്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിലും ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്യേണ്ട സ്ഥലത്ത് മനോജേട്ടൻ മറ്റെന്തൊക്കെയോ മനസ്സിൽ വെച്ച് സംസാരിക്കും. അതുകൊണ്ട് നഷ്ടമല്ലാതെ ലാഭമൊന്നും ഉണ്ടാവില്ലെന്ന് മനോജേട്ടൻ എന്തുകൊണ്ടാ മനസ്സിലാവാത്തത്? വിശാലേ, നീ പുറത്തുള്ളവരോട് മാത്രമേ സംസാരിച്ചോളോ? അല്ലച്ചാ, നാട്ടിലുള്ളവരോട് സംസാരിച്ചു. എന്നിട്ട്? അവർക്ക് ക്ഷേത്രത്തിലൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ പൂജ ചെയ്യുന്ന കാര്യത്തിലാ പ്രശ്നം. എന്ത് പ്രശ്നം? പണ്ടുണ്ടായിരുന്നത് പോലെ കുടുംബത്തിൽ നിന്ന് പൂജ ചെയ്യേണ്ട ആളെ കണ്ടെത്തി ഏൽപ്പിക്കേണ്ട അവസ്ഥയൊക്കെ അടുത്ത തലമുറയ്ക്ക് വന്നാൽ അവരത് ചെയ്യാതിരുന്നാൽ അതിന്റെ ശാപമൊക്കെ ഉണ്ടാവുന്നൊക്കെ പറയുന്നു. പണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചതല്ലേ, അതോർത്തിട്ടാവും എല്ലാവർക്കും അങ്ങനൊരു പേടി. അപ്പോ എന്ത് ചെയ്യും? അങ്ങനെ ഒരു പേടിയുടെ ഒന്നും ആവശ്യമില്ല. മിക്കവാറും മാസത്തിൽ ഒരിക്കൽ പൂജ ചെയ്യുന്ന വിധത്തിലായിരിക്കും പ്രതിഷ്ഠ. വർഷത്തിലൊരിക്കൽ ഉത്സവവും നടത്തും. പിന്നെ നിത്യപൂജ ചെയ്യുന്ന രീതിയിലേക്ക് ക്ഷേത്രത്തിന് വളർച്ച ഉണ്ടായാൽ നമുക്കതൊരു തിരുമേനി ഏൽപ്പിച്ചാ പോരെ? ശരി അച്ഛാ, ഞാൻ എല്ലാവരെയും ഒരു ഗ്രൂപ്പിൽ ചേർത്തിട്ട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. പിന്നെ സ്ഥലം ദേവാ ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്നും പൂർണ്ണമായിട്ടും നമുക്ക് തരാതെ ക്ഷേത്രം സ്ഥാപിക്കുന്നതിനോട് ചിലർക്ക് എതിർപ്പുണ്ട്. എല്ലാരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുക. ബാക്കിയൊക്കെ വിട്ടേക്ക്. അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാ. പല അഭിപ്രായങ്ങൾ കേൾക്കാൻ നിന്നാ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വെറുതെ ടെൻഷൻ ആവുന്നത് മാത്രമായിരിക്കും ഫലം. എന്ത് ചെയ്താലും വേണ്ടില്ല, കുടുംബത്തിലെ വീണ്ടും അനർത്ഥങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാവരുത്. എനിക്കത്രേ ഉള്ളൂ. നിനക്ക് ചായ വേണോ? വേണ്ടമേ. വിശാലേ, എന്താ അച്ഛാ? നീ പറഞ്ഞതുപോലെ ഓൺലൈൻ ഗ്രൂപ്പില് കാര്യങ്ങൾ എല്ലാവരോടും സംസാരിച്ച് നോക്ക്. ശരി അച്ഛാ.
ബാക്കിയെല്ലാം ഭഗവാൻ തീരുമാനിക്കുന്ന പോലെ നടക്കട്ടെ. ഭഗവാനെ, വിഗ്രഹം നഷ്ടപ്പെട്ടപ്പോൾ അത് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ ഞാൻ ഈ നടയിൽ വന്നു നിന്ന് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചതാ. എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. വിഗ്രഹം പോലീസുകാർക്ക് തിരിച്ചു കിട്ടി. പക്ഷേ നിർഭാഗ്യം കൊണ്ട് അവരത് ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ല. ഇപ്പോൾ അതിനുവേണ്ടി കോടതിയിൽ കേസ് നടക്കുക. അത് തിരിച്ചു കിട്ടിയിട്ട് പഴയ കുടുംബക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാം നടത്തി തരണേ ഭഗവാനെ. കോടതിയിൽ നിന്നും എത്രയും പെട്ടെന്ന് വിഗ്രഹം തിരിച്ചു കിട്ടണേ. മീര, സാറിനെ കണ്ടിട്ട് കുറച്ചു ദിവസം ആയല്ലോ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും എന്താ മുന്നില്. ഈ സാർ വിളി നിർത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ. മുകുന്ദൻ എന്നുള്ള പേര് അത്ര മോശമൊന്നുമല്ലല്ലോ. അതല്ല, എനിക്ക് സാറിനോട് ബഹുമാനം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. ആ, എന്നാ മുകുന്ദേട്ടാന്ന് വിളിച്ചോളൂ. അപ്പൊ ബഹുമാനത്തിന് കുറവുണ്ടാവില്ലല്ലോ. ശരി, ഇനി മുതൽ ഞാൻ അങ്ങനെ വിളിച്ചോളാം. ആ അതെ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കരഞ്ഞു പ്രാർത്ഥിച്ച സങ്കടങ്ങളൊക്കെ ഭഗവാൻ മാറ്റി തന്നായിരുന്നോ? ഭഗവാൻ എന്റെ പ്രാർത്ഥന കേട്ടു. പക്ഷേ അതങ്ങ് പൂർണ്ണമായില്ല. അതെന്താ? ഞാൻ പൂജിച്ചിരുന്ന ഭഗവാന്റെ വിഗ്രഹം മോഷണം പോയി. തിരിച്ചു കിട്ടണമെന്ന് ഞാൻ ഇവിടെ വന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ ആ പ്രാർത്ഥന കേട്ടു. പോലീസുകാർക്ക് അതെടുത്ത കള്ളന്മാരെയും കിട്ടി, വിഗ്രഹവും കിട്ടി. ആ, അപ്പൊ എല്ലാം മംഗളമായില്ലേ? പക്ഷേ വിഗ്രഹത്തിന് പഴക്കം കൂടുതലുള്ളതുകൊണ്ട് അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കണം എന്നൊക്കെയാ ഇപ്പൊ പറയുന്നത്. ഓ, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഇപ്പോ അങ്ങനെയാണെങ്കിൽ അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. അതല്ലേ സാമൂഹ്യ നീതി? അതെ, പക്ഷേ ഞാൻ ആ വിഗ്രഹമായിട്ട് ഒരുപാട് അടുത്തുപോയി. എൻ്റെ അമ്മ മരിച്ച ശേഷം എനിക്കെല്ലാം ആ വിഗ്രഹമായിരുന്നു. എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നത് ആ ഭഗവാനോടാ. പെട്ടെന്നൊരു ദിവസം അത് നഷ്ടപ്പെട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതാണോ കാര്യം? ഇതിലൊന്നും ഒരുപാട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പണ്ട് പൂന്താനം പറഞ്ഞിട്ടുള്ളത് ഓർമ്മയില്ലേ? കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. നമ്മൾ ഈ കാണുന്ന ലോകം അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഒന്നും സ്ഥിരമായിട്ട് ആർക്കും സ്വന്തമേ അല്ല. ഇപ്പൊ മീര പറഞ്ഞില്ലേ, മീരയുടെ അമ്മ മരിച്ചപ്പോ ഒരാശ്രയം പോലെ ആയിരുന്നു ആ വിഗ്രഹമെന്ന്. ഇനി മീരയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ ഒരുപക്ഷെ സമയമായിട്ടുണ്ടാവും. ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന വിഗ്രഹം അല്പം മാറിയിരിക്കുന്നതാവും നല്ലതെന്ന് ചിലപ്പോ ഭഗവാന് തോന്നിയിട്ടുണ്ടാവും. ഭഗവാൻ അങ്ങനെ തോന്നാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഹേയ്, തെറ്റ് ചെയ്തിട്ടാണെന്ന് ആരാ പറഞ്ഞത്? കാലത്തിന്റെ ആവശ്യമാണ് ആ മാറ്റമെങ്കിൽ നമ്മളത് അംഗീകരിക്കുന്നതല്ലേ നല്ലത്? ആണോ? ആ, ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് അപ്രതീക്ഷിതവുമായിരിക്കും. അതിനെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും മനസ്സ് തയ്യാറായിട്ടിരിക്കണം. അല്ലെങ്കിൽ സംഘർഷമായിരിക്കും ഫലം. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ മനസ്സിന് പൊതുവെ മടിയാണ്. പക്ഷേ കുറച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ നല്ലതായിരുന്നുവെന്ന് സ്വയം ബോധ്യപ്പെടാൻ തുടങ്ങും. മീര പ്രാർത്ഥിച്ചിരുന്ന ഭഗവാൻ മീരയുടെ അടുത്തുനിന്ന് എവിടെയും പോയിട്ടില്ല, പോവുകയുമില്ല. മനസ്സിൽ സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. സാറിനോട് അല്ല, മുകുന്ദേട്ടനോട് സംസാരിക്കുമ്പോ മനസ്സിലെ സങ്കടങ്ങൾ മാറാനുള്ള വഴി കിട്ടും. പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്ക് തെളിച്ചം കിട്ടും. അതിന്റെ കാരണം എന്താണെന്നറിയോ? എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ തന്നെയുണ്ട്. ആരെങ്കിലും അത് പറഞ്ഞു കേൾക്കുമ്പോൾ പെട്ടെന്നത് ഓർമ്മ വരും. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ശരിയാണോ തെറ്റാണോ, അത് ചെയ്യണോ ചെയ്യണ്ടയോ, അത്തരം ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവും. അതിനുള്ള പരിഹാരവും പറഞ്ഞു തരും. പക്ഷേ ചിലപ്പോൾ പല കാരണങ്ങളും കൊണ്ട്
ആ വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുക്കില്ല. അത് ചെറിയ നേട്ടങ്ങൾ തരുമെന്ന് തോന്നിയാലും വലിയ സങ്കടങ്ങളിലേക്കുള്ള വഴിയായിരിക്കും തുറന്നു തരുന്നത്. അതാണ് അറിവുള്ളവർ പലരും പണ്ട് മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്യരുത് എന്ന് പറയുന്നത്. നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മുടെ മനസ്സിനെ തന്നെയാണെന്നേ. കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് കേട്ടിട്ടില്ലേ? ഭഗവത്ഗീത മുത്തശ്ശി കുറെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ, അത്രയുള്ളു കാര്യം. മീരയുടെ ഭഗവാൻ മീരയുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതെന്നും കൂടെ ഉണ്ടാവും. നമ്മൾ ഈശ്വരനെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ സഹായമാവും. മനസ്സിന് ഏകാഗ്രത തരും. ഈശ്വരനെ അറിയാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം നമുക്ക് വഴികൾ കാണിച്ചു തരും. ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഭഗവാൻ മാത്രമാണെന്നും മറ്റൊന്നുമില്ലെന്നും ഉറപ്പാവും. ആ അറിവിന് ഇളക്കം തട്ടാതെ ഉറച്ചാൽ പിന്നെ എന്തുണ്ടെങ്കിലും അത് നല്ലതാണ്, എന്തില്ലെങ്കിലും നല്ലതാണ്. കാരണം എല്ലാം ഈശ്വരൻ മാത്രം. അപ്പോ എന്റെ ഭഗവാന്റെ വിഗ്രഹം തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണോ പറയുന്നത്? അതിനെല്ലാം അതിൻ്റെ വഴിക്കങ്ങ് വിടുക. ഒന്ന് മനസ്സിൽ ഭാരമാവാനും നമ്മളെ തകർക്കാനും സമ്മതിക്കാതിരിക്കുക. ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം തോന്നും. പക്ഷേ ഞാൻ ആ വിഗ്രഹത്തോട് ഒരുപാട് അങ്ങ് അടുത്തു പോയതുകൊണ്ട് എന്റെ മനസ്സിൽ വീണ്ടും സങ്കടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആ, മനസ്സിനെ തിരിച്ചറിയാൻ പല മാർഗങ്ങളുണ്ട്. ചിന്തകളുടെ കടിഞ്ഞാൻ ഈശ്വരന്റെ കൈകളിലാണെങ്കിൽ എത്ര ദുർഘടം പിടിച്ച യാത്രയും സുഖമുള്ളതാവും. അർജുനന്റെ തേര് ഭഗവാൻ തെളിച്ചതുപോലെ അല്ലേ? അത് തന്നെ. മീരയും അർജുനനാണെന്ന് കരുതുക. കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ നേരിട്ട അത്രയും പ്രശ്നങ്ങളൊന്നും മീരയ്ക്ക് ഇപ്പൊ ഇല്ലല്ലോ, അല്ലേ? ഇല്ല. ആ, അപ്പൊ ഒരു പുതിയ ഗീത പറയേണ്ട കാര്യവും ഇല്ല. അതെ. എങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളൂ. എല്ലാം ശരിയായിക്കോളും. എന്നാ ഞാൻ ചെല്ലട്ടെ. അപ്പോൾ പുതിയ ക്ഷേത്രം മനോജും ഫാമിലിയും ഹരിയും മീരയും പിന്നെ ദേവാ ബിൽഡേഴ്സിലെ മാധവി മാഡവും ആദർശ് സാറും അഭിരാമി മാഡവും ഉൾപ്പെടുന്ന ഒരു ട്രസ്റ്റിന്റെ കീഴിലായിരിക്കും രജിസ്റ്റർ ചെയ്യുക. ആ, വിഗ്രഹം തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം ആരംഭിക്കാം അല്ലേ? ഓക്കെ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് ഉടനെ തന്നെ ജോലികൾ ആരംഭിക്കാം. നമ്മുടെ കമ്പനിയിലെ തന്നെ ഒരു സബ് കോൺട്രാക്ടറെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ പോരെ? മതി. അതിനുമുമ്പ് നമുക്ക് പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കണ്ടേ? ആ, അതൊക്കെ നോക്കണോ? ചെറിയ വർക്കല്ലേ. നമ്മൾ ആ ശ്രീകോവിലൊന്ന് റിനോവേറ്റ് ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. ആ, അത് മതി. എന്നാലും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ വേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഓർത്ത് പറഞ്ഞതാണോ? ആ, അതുകൊണ്ട് ആ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് ശരിയല്ല. നമ്മളെല്ലാവരും ചേർന്നൊരു കാര്യം ചെയ്യുമ്പോൾ അതിലെല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. അതല്ലേ അതിൻ്റെ ഒരു രീതി. അതെ സർ, അതാണ് ശരി. ശരി, അങ്ങനെയെങ്കിൽ എത്രയാ ബഡ്ജറ്റ് ആവുന്നെന്ന് വെച്ചാ അത് 3 ഡിവൈഡ് ചെയ്താൽ പോരെ? ആ, അത് മതി അല്ലേ? ആ, അപ്പൊ അങ്ങനെ ഫിക്സ് ചെയ്യാം. കോടതി വിധി വന്നതിന് ശേഷം റിനോവേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാ എൻ്റെ അഭിപ്രായം. അതെന്താ? കോടതിയിൽ നിന്ന് വിഗ്രഹം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ഓർത്തിട്ടാണോ? അങ്ങനെയല്ല, ഞാൻ പ്രാക്ടിക്കലായിട്ടൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വിഗ്രഹം തിരികെ കിട്ടുന്നതിൽ കുറച്ച് നിയമക്കുരുക്കുകൾ ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോ ക്ഷേത്രത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ കോടതിയെ ബോധിപ്പിച്ചാലും വിഗ്രഹം തിരികെ കിട്ടാതിരിക്കോ? സർക്കാരിന്റെ വക്കീല് നല്ല രീതിയിൽ പിടുത്തുകിടുന്നുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്ന് കുടുംബക്ഷേത്രത്തിന് വേണ്ടി ഞാൻ ഹർജി സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം വിഗ്രഹം തിരിച്ചു കിട്ടാൻ നിങ്ങളുടെ വക്കീലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അതൊക്കെ കൊണ്ട് വിധി നമ്മൾക്ക് അനുകൂലമാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ കേസ് അധികകാലം നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയില്ല. മിക്കവാറും അടുത്ത സിറ്റിംഗിൽ തന്നെ കോടതി വിഗ്രഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞേക്കും.
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഞാൻ കോടതിയിൽ സമർപ്പിച്ചേക്കാം. ബാക്കിയെല്ലാം ജഡ്ജിയുടെ പേനത്തുമ്പിലാ. ഭഗവാനെ, വിഗ്രഹം ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തരണേ. ഇത്രയൊക്കെ ചെയ്തിട്ടും വിഗ്രഹം നഷ്ടപ്പെട്ട ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. വിഗ്രഹം കിട്ടുമെന്ന് തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിയോളും. മേരി ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും ഒരു അവസാനമൊന്നുമല്ല. എല്ലാ വഴികളും അടയുന്നു എന്ന് തോന്നുന്ന സ്ഥലത്ത് മുന്നിലേക്ക് പോകാൻ പല വഴികളും ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മളതൊന്ന് കാണാനെങ്കിലും ശ്രമിക്കണമെന്ന് മാത്രം. ഇവിടെ ഇനി വേറെ വഴിയൊന്നും ഇല്ല സർ. കോടതി നമുക്ക് വിഗ്രഹം തിരികെ തന്നില്ലെങ്കിൽ അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവും. പിന്നെ നമുക്കത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. മോളിപ്പോഴേ അങ്ങനെയൊക്കെ ചിന്തിച്ച് ടെൻഷൻ ആവാതെ. വക്കീൽ പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ വിഗ്രഹം തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. വിഗ്രഹം തിരികെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതെ, എന്നാ നമുക്കിറങ്ങാം. ഓക്കെ. ഓക്കെ, ഞാൻ അപ്ഡേറ്റ്സ് അറിയിച്ചോളാം. ശരി. ശരി സാർ. വിഘ്നേശ്വരൻ ഇങ്ങനെ മിണ്ടാതിരുന്നത് കൊണ്ട് കാര്യമില്ല. വിസ്മയ എവിടെയാ ഉള്ളതെന്ന് മറുപടി പറഞ്ഞേ പറ്റൂ. എനിക്ക് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയൂ അബി? നാണുണ്ട് വിഘ്നേശ്വരൻ ഇങ്ങനെ പറയാൻ? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി, അതും സ്വന്തം പെങ്ങള്, എവിടെയാണെന്ന് അറിയില്ല പോലും. എനിക്ക് ടെൻഷൻ ഇല്ലാഞ്ഞിട്ടാണോ അബി? പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ പറഞ്ഞു ഒഴിയാൻ കഴിയില്ല വിഘ്നേഷ്. നിനക്കെന്തെങ്കിലും അറിയാമെങ്കിൽ തുറന്നു പറയണം. അയ്യോ സത്യമാണമ്മേ, അവൾ ഇവിടുന്ന് പോയത് പിന്നെ എന്നെ വിളിച്ചിട്ടേ ഇല്ല. ഇതെന്തൊരു കഷ്ടോ. ഒന്നാമതെ ആദർശിന് വിവാഹത്തോട് യാതൊരു താല്പര്യമില്ലായിരുന്നു. എന്നിട്ട് ഞാനും അമ്മയും ആന്റിയും കൂടി നിർബന്ധിച്ചാ ഒന്ന് സമ്മതിപ്പിച്ചത്. എന്നിട്ട് നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങേണ്ട സമയത്ത് പെണ്ണില്ലെന്ന് പറഞ്ഞ അതെന്ത് മര്യാദയാ? എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ വിഘ്നേഷേ, ഇതൊരു നിസ്സാര കാര്യമല്ല. മിസ്സിംഗ് ആയിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇനിയും വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. നമുക്ക് പോലീസിൽ വിവരം അറിയിക്കാം. അയ്യോ അതൊന്നും വേണ്ടമ്മേ. പോലീസ് കേസൊക്കെ ആയി കഴിഞ്ഞാൽ അത് അവളുടെ ഭാവി തന്നെ ബാധിക്കും. എന്ന് കരുതി രഹസ്യമായി വെക്കണോ? അതല്ലേ തെറ്റ്. അമ്മേ, എനിക്ക് തോന്നുന്നത് വിഘ്നേഷേട്ടന്റെ അറിവോട് കൂടിയാ അവള് പോയതെന്നാ. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ സമാധാനമായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. അബി, ഞാൻ നിന്നോട് നുണ പറഞ്ഞിട്ടില്ല. അവളെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവില്ലാന്ന് പറഞ്ഞത് സത്യമാണ്. ശരി, പോലീസ് കേസ് വേണ്ട. അല്ലാതെ അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയാം. 10 മിനിറ്റിനുള്ളിൽ അവളുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. പക്ഷെ അപ്പോൾ ഞങ്ങൾക്ക് അറിയാത്തതായി ഒന്നും ഉണ്ടാവരുത്. അമ്മേ, അത് കണ്ടോ, പതുങ്ങുന്നത് കണ്ടോ? നമുക്കറിയാത്ത വേറെ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അത് ഉറപ്പാമേ. അത് വിഘ്നേഷ്, നീ എന്തായാലും കാര്യം പറ. വിസ്മയ്ക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു. ഓ, അപ്പൊ വേറൊരാളുമായിട്ട് അടുപ്പുണ്ടായിരുന്ന പെണ്ണിനെയാണോ എന്റെ ആങ്ങളയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത്? അങ്ങനെയല്ല കാര്യങ്ങള്. എന്തല്ലെന്ന്? അവൾ അവന്റെ കൂടെ പോയതാണോ? അമ്മേ, അങ്ങനെയൊന്നും അല്ല. പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഇൻഫാക്ച്വേഷൻ തോന്നുന്നത് സാധാരണ ആണല്ലോ. അത് അവള് തന്നെ ഒഴിവാക്കുകയും ചെയ്തു. കാരണം ആദർശിനെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം അറിയിച്ചത് വിസ്മയ തന്നെയാണ്. അത് അബിക്കും അറിയാവുന്നതല്ലേ? എനിക്കറിയാവുന്നതൊന്നും വിഘ്നേശ്വരൻ പറയണ്ട. ഇപ്പൊ പറഞ്ഞ എന്തെങ്കിലും എന്നോട് പറഞ്ഞിട്ടുള്ളതാണോ? അല്ലല്ലോ. ആദർശിനോടുള്ള താല്പര്യം പറഞ്ഞ് അവൾ എന്റെ മുന്നിൽ നാടകം കളിച്ചപ്പോ അത് സത്യമാണെന്ന് ഞാനും തെറ്റിദ്ധരിച്ചു. പക്ഷെ അത് തെറ്റായി പോയെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ഇനി എന്താ വേണ്ടതെന്ന് വിഘ്നേഷ് പറ. ഞാനിതൊക്കെ ആദർശിനെ അറിയിക്കണോ? അതോ ഈ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ നിർത്തിവെക്കണോ? അങ്ങനെ എടുത്തുചാടി ഒന്നും തീരുമാനിക്കണ്ട. ഞാൻ വിസ്മയെ ഒന്നുകൂടി വിളിക്കാം. അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. വിളിച്ച് ഇപ്പൊ കിട്ടും.
എന്റെ അമ്മ, ഞാൻ എത്ര ദിവസം അവളെ ട്രൈ ചെയ്യുന്നറിയോ? ഇതുവരെ കിട്ടിയിട്ടില്ല. നീ സമാധാനിക്കബി. വിഘ്നേഷ് പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്ക് തിരിച്ചറിയുന്ന പ്രായത്തിൽ ചില ഇഷ്ടങ്ങളൊക്കെ തോന്നും. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഇന്നത്തെ കാലത്തിൽ അങ്ങനെയില്ലാത്ത പെൺകുട്ടികളെ കണ്ടെത്താനാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് തൽക്കാലം ഞാനിത് ക്ഷമിക്കുന്നു. പക്ഷെ അവൾ എവിടെയാണ്, എന്ത് ചെയ്യുകയാണെന്നുള്ള കൃത്യമായ വിവരം എനിക്ക് കിട്ടണം.